ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോവാ കേട്ടോ. കുറേയായി മുത്തപ്പനെ ഒന്ന് പോയി കാണണം, കണ്ടൊന്ന് തൊഴണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരു 2, 3 വട്ടമൊക്കെ പോയായിരുന്നു കേട്ടോ. പിന്നെ തിങ്കളാഴ്ച എൻ്റെ ഹസ്ബൻഡ് പുറത്തേക്ക് പോവാണ്, അബ്രോഡ് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴണം, മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം. അപ്പം നമുക്ക് പോയേക്കാന്ന് ഓർത്ത് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാട്ടോ. എന്താ പറയുക, നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. നല്ല പച്ചപ്പും എന്താ പാടങ്ങളും എല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ യാത്ര. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അപ്പം നമുക്ക് അകത്തേക്ക് പോകാം. നമുക്ക് ക്യാമറ ഒന്നും ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കൊന്നും അലൗഡ് അല്ല കേട്ടോ. ഇത് പിന്നെ നടപ്പാതെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ. ഈ ക്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണമുണ്ട്, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നവരാട്ടോ. നല്ല തിരക്കാട്ടോ. അപ്പോൾ നമ്മൾ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം കയറാൻ. അപ്പോൾ അവിടെ പുഴയിൽ തന്നെ കാലും കൈയൊക്കെ നമ്മളൊന്ന് കഴുകിയിട്ടാണ് കയറുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് ഒന്നുകൂടി ഒന്ന് കാല് കഴുകാൻ തോന്നി, കാരണം നല്ല വെള്ളമായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒന്നുകൂടി ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകി. അപ്പം നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. ഇതാണ് പുറത്തു നിന്നുള്ള അമ്പലത്തിൻ്റെ ഒരു വ്യൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമ്മുടെ കണ്ണൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലമാട്ടോ ഇത്, പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം. പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് മുത്തപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട്. പിന്നെ നമ്മൾ കുറേ നേരം കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിൽ കയറുന്നതിന് ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ 40 രൂപ 50 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ചാർജൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറേ നേരം അവിടെ ആ ബോട്ട് പോകുന്നതൊക്കെ നോക്കി കുറേ നേരം അങ്ങ് നിന്നു. ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കുറേ അങ്ങോട്ട് നടന്നു. അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ. അതായത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ ഫ്രെയിം ചെയ്തൊക്കെ നമുക്ക് തരുമൊക്കെ ചെയ്യും. ഞാൻ പിന്നെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ എന്നെ ഏട്ടൻ വിളിച്ചതാ പോകണ്ടേന്ന് ചോദിച്ചുകൊണ്ട്. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്കുള്ള ഭാഗങ്ങളാട്ടോ ഞാനീ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറേ ചേട്ടന്മാരിങ്ങനെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇത് മുത്തപ്പൻ്റെ പ്രസാദം കേട്ടോ. 2 തേങ്ങാക്കൊത്തും പയറും ഒക്കെ ആയിട്ട്. പിന്നെ ഇത് അവിടുന്ന് ചായ തന്നെ നമുക്ക് തരും. ആ ചായയും കുടിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാട്ടോ. കണ്ണിന് കുളിർമ തരുന്ന ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്താ പറയുക, നല്ല ഒരുപാട് നല്ല വിഗ്രഹങ്ങളും വളകളും മാലകളും പലഹാരങ്ങളും എന്താ പറയുക അവിടെ. എനിക്കവിടെ നിന്നാണെങ്കിൽ വരണമെന്നേ തോന്നിയില്ല. പിന്നെ കമ്മലിൻ്റെ സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരണമെന്നേ തോന്നില്ല. എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ നേരത്തെ മുതൽ ഒരുപാട് ജുമിക്കി കമ്മലുകളൊക്കെ മേടിച്ച് കൂട്ടുമായിരുന്നു. പിന്നെ കുറച്ചങ്ങ് വരെ കുറേ പാവകൾ എന്താ മാലകളും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഡോളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ കുറേ നേരം അതിനെ പിടിച്ചുകൊണ്ട് നിന്നു. പിന്നെ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒരുപാട് കമ്മലുകൾ കണ്ടു. കമ്മലെന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ഭംഗിയുള്ള ഒരുപാട് കമ്മലുകളുണ്ട് കേട്ടോ. കുറേ നേരം ഞാൻ അതൊക്കെ നോക്കി നിന്നു. ഈ കമ്മൽ കണ്ടോ, എന്ത് രസമാണ് കാണാൻ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല മയിൽപ്പീലി പോലെ ഇരിക്കുന്നു. അതായത് എന്തോ ഒരു അട്രാക്റ്റീവ് തോന്നുന്നു. നല്ല കമ്മലുകളായിരുന്നു കേട്ടോ എല്ലാം തന്നെ. പിന്നെ കുറേ വിഗ്രഹങ്ങളും പാവകളും പിന്നെ ദൈവത്തിൻ്റെ കുറേ ഫോട്ടോസുകളും. പിന്നെ കുറച്ചങ്ങോട്ട് മയിൽപ്പീലിയൊക്കെ കണ്ടു. പിന്നെ മയിൽപ്പീലിയൊക്കെ തട്ടി കുറേ നേരം നോക്കി നിന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. മയിൽപ്പീലി തൊട്ടുകൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ പോകുന്ന വഴിക്ക് ഒരു മയിലിനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് പീലിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വരുന്ന കണ്ടിട്ട് പാവം പേടിച്ചോടുക.
അയ്യോ! മയില് പറന്നു പോയിട്ടോ പെട്ടെന്ന്. ഞാൻ മയിലിങ്ങനെ പറന്നു പോകുന്നത് ഫസ്റ്റ് ടൈമാട്ടോ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.